മാസമൊന്നും ഞാൻ താമസിച്ചിട്ടൊന്നുമില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതെൻ്റെ വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, വിഷ്ണുവിനും അറിയാം. പിന്നെ എവിടെ പോയി, അവി ഇട്ടിട്ട് പോയോ അതോ അഭി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അഭി തേച്ചിട്ട് പോയെന്നൊക്കെ. എന്റെ സുഹൃത്തുക്കളെ, ഇത് എന്ത് തരം ലോകമാണെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. പുതിയ ഈ കലിപ്പൻ കാന്തരി ലോകങ്ങളൊന്നാണ്. ഞാൻ ഇമ്മാതിരി വീഡിയോസ് ചെയ്യാറില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നിപ്പോയി. എനിക്ക് വിഷ്ണുവിനെ മതി, വീണ്ടും തേച്ചു, അമയ വിഷ്ണുവിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത്. ഈ അമയ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്, അത്യാവശ്യം കഞ്ചാവൊക്കെ അടിച്ചു കിടക്കുന്ന വേറൊരുത്തൻ. അതാണ് തൊട്ട് താഴത്തെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് അല്ലേ. കഞ്ചാവ്, ഹാൻഡ്സ്, ഇതും ഞാൻ പറഞ്ഞല്ല, ഈ പെൺകുട്ടി തന്നെ അവരുടെ വീഡിയോയിൽ പറഞ്ഞതാണ്. എൻ്റെ പ്രിയതമൻ കഞ്ചാവ് അടിക്കും, എൻ്റെ സേട്ടൻ കഞ്ചാവ് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ചാവ് അടിക്കുന്ന കൂടിയ കാരണമാണ് അത്രേ പിന്നീട് ഇവള് ഇങ്ങോട്ട് പോകുന്നത്. അതുപോലെ സേട്ടന് വേറെ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊക്കെ സംശയം, എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ്. എന്തായാലും ഇവിടെ അമേയ വിഷ്ണു, ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ താരമായ രണ്ടെണ്ണമാണ്. അമേയ താരമാവാൻ കാരണമുണ്ട്. അമേയുടെ ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് അമേയ പറഞ്ഞിരുന്നു, ജോലിക്ക് പോകുന്നൊന്നും അമയ്ക്ക് ഇഷ്ടമല്ല, വീട്ടിലത്തെ ജോലി ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല, പാചകം ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഈവൻ തൻ്റെ വിഷ്ണു ചേട്ടൻ പോലും ജോലിക്ക് പോകുന്നു ഇഷ്ടമല്ല. വിഷ്ണു ചേട്ടൻ്റെ അച്ഛൻ അധ്വാനിച്ചു വരുന്ന പൈസ കൊണ്ട് ജീവിക്കാം എന്നുള്ള ചിന്തയാണ്. ഒരു നിമിഷം പോലും വിട്ടുപിരിയാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു അമേയ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ പെൺകുട്ടി ഇങ്ങനെ ചുണ്ട് പല്ല് കാണിക്കാത്ത സംശയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഷേട്ടാ എൻ്റെ അവൻ ചിന്നു എന്ന് പറയുന്ന രീതിയിലൊക്കെ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് വൈറലാവുന്നത്. അങ്ങനെ നിന്റെ പല്ല് കാണിച്ച് സംസാരിക്കുക എന്ന രീതിയിലൊക്കെ ഗംഭീര വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ബോഡി ഷെയ്മിങ് പരിപാടികളാണ്, അതൊക്കെ വിട്ടേക്കൊന്നും ശരിയല്ല. എന്തായാലും അവസാനം വിഷ്ണുവിനെ കെട്ടുന്നു, വിഷ്ണുവായിട്ട് ജീവിതം ആരംഭിക്കുന്നു. അതിനു മുമ്പ് തന്നെ വിഷ്ണു കള്ളു കുടിക്കുന്നു, വിഷ്ണു ബിയറടിക്കുന്നു, വിഷ്ണു ഈ ചുണ്ടിന്റെ ഇടയിൽ ഹാൻഡ്സ് സാധനങ്ങളൊക്കെ തിരിവയ്ക്കുന്നൊക്കെ ഇവര് തന്നെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് ഇവൾക്ക് ഇതൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. എന്തോ ആവട്ടെ. എന്തായാലും അവസാനം വിഷ്ണുവിൻ്റെ ഒരു സുഹൃത്തിനുമായിട്ട് ഈ പെൺകുട്ടിക്ക് പ്രേമം വന്നു. വിഷ്ണുവിനോടാണ് ബന്ധം, അവനുമായിട്ടാണ് ജീവിതം. അപ്പോൾ വിഷ്ണുവിൻ്റെ സുഹൃത്തുമായിട്ട് ബന്ധമാവുന്നു. വിഷ്ണുവിനെ തേച്ചിട്ട് അമയ വിഷ്ണുവിൻ്റെ സുഹൃത്തുമായി പോകുന്നു. വിഷ്ണു വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഇൻസ്റ്റാഗ്രാം ചാനൽ തുടങ്ങുന്നു. അവൻ അതുവഴി അവൻ്റെ സങ്കടങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കുന്നു, ആളുകൾ തെറി വിളിക്കുന്നു, റീച്ച് കൂടുന്നു. അവന് അതിൻ്റെതായിട്ട് വരുമാനമൊക്കെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ അവൻ ഏകദേശം റിച്ചായി റീച്ചായി എന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് ഇവളിതാ പുതിയ സംഗതിയായിട്ട് വന്നിരിക്കുന്നു. എനിക്ക് വിഷ്ണു ചേട്ടനെ തന്നെ മതി, ഞാൻ മറ്റവൻ്റെ ഒപ്പം പോയി എന്നേ ഉള്ളൂ, ഞാൻ അവനോടൊപ്പം താമസിച്ചിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ, ഞാൻ അവനോടൊപ്പം താമസിച്ചിട്ട് ഞാനിപ്പോഴും പതിവ്രതരാണ് എന്നാണ് അവള് പറയുന്നത്. ഇനി എന്തായാലും കേട്ടോക്കൂ. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിശ്വസിച്ചു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അന്ന് ഇതും കാരണം ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്, ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കണം. ഇതൊക്കെ കേട്ടോട്ടെ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. എന്ത് വാണങ്ങളാണ് അതൊക്കെ. എന്തായാലും അവർ ബ്രേക്കപ്പ് ആയിരുന്നു, ആ ബ്രേക്കപ്പ് വീണ്ടും അങ്ങനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു ഗൈസ്. അവർ വീണ്ടും ഒന്നായിരിക്കുകയാണ്, ഭയങ്കര സന്തോഷമാണ്. ഇതാണ് കേരളക്കാരെ കാത്തിരുന്ന നിമിഷം. കേരളത്തിലെ ആളുകളൊക്കെ അത് കാത്തിരിക്കുന്നു. എന്താണ് ഇവർ ഒന്നിക്കാത്തത്? ഇവർ ഒന്നിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇവർ ബ്രേക്കപ്പ് ആയതിൽ വളരെ സങ്കടത്തിലായിരുന്നു ഇവിടുത്തെ ഗായ്സ് മുഴുവൻ. ഇവർ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു ഗായ്സ്. എന്താ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗായ്സ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അത്രമാത്രം. എന്ത് അപ്പൊ ചെക്കനെവിടെ? നിങ്ങൾ ഒന്നായിരിക്കുന്നത് ഗായ്സ് എന്ന് പറഞ്ഞ പോരല്ലോ. നിന്റെ ഒപ്പമുള്ള പഹയനെവിടെ? ആ കഞ്ചാവ് അടിച്ചടക്കുന്നവനെവിടെ? ഞാനും വിഷ്ണു ആ ഒരു പ്രശ്നത്തിൽ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു. ബട്ട് ഇപ്പൊ ബ്രേക്കപ്പ് അല്ല, ഞങ്ങൾ കുഴപ്പമില്ല. ഞങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പോണുണ്ട്. ഇനി എനിക്ക് കൂടുതൽ നിങ്ങളെ അടുത്തൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഇനി ഇത് പറഞ്ഞിട്ട് എന്നാ ഇങ്ങനെ
വെറുപ്പിക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന 2 മാസമായിട്ട് ഞാൻ അഭിയുമായിട്ട് അല്ലായിരുന്നു എന്ന് വെച്ചാൽ അഭിയു പിന്നെ വേറെ ആര്? ഫോട്ടോയും കാര്യങ്ങളും ഇട്ടോളൂ. അവന്റെ കൂടെ പോയിട്ട് 2 മാസമൊന്നും ഞാൻ താമസിച്ചിട്ടൊന്നുമില്ല. എത്ര ദിവസം? വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതെന്റെ വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, വിഷ്ണുവിനും അറിയാം. പിന്നെ ഇനി കൂടുതലായിട്ട് എനിക്ക് ആരടുത്തും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ അത് ബോധിപ്പിച്ച് ഞങ്ങൾക്ക് ഇവിടെ ജീവിതം ഭയങ്കര പ്രശ്നമായിട്ട് കുത്തിരിക്കല്ല. അപ്പോൾ എന്തൊക്കെയോ വാണ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അമ്മേ. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്യ വിഷ്ണുവോടോ എല്ലാവരോടും കൂടി ഇങ്ങനത്തെ ഒരു സാധനം ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ വാങ്ങിച്ച് തിന്നുന്നത് നന്നായിരിക്കും കേട്ടോ. വെറുതെ കുത്തിരിക്കല്ലേ, ഒരു പണിയില്ലല്ലോ, നന്നായിരിക്കും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതിന് പല പേരുകളുണ്ട്. ഇത് നമ്മുടെ നിങ്ങളിതിൽ ഇത് എന്താ പേര് ചോദിക്കുമല്ലോ, പിടുത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലിത് നമ്മുടെ ഈത്തപ്പഴയിലിടോ, ഈത്തപ്പഴത്തിൻ്റെ പച്ച സാധനം, ആ തൂങ്ങി കിടക്കുന്ന പച്ച സാധനം എന്നാണ് ഞാൻ ഇതിനറിയാം. പക്ഷെ അതല്ലാതെ ഇത് ഇങ്ങനെ തന്നെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. എന്തോ വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ നാമം അറിയെങ്കിലൊക്കെ ഒന്ന് എഴുതി വയ്ക്കൂ. ചുമ്മാ പറഞ്ഞൊന്നുമല്ലോ കേട്ടോ, എഴുതി വെച്ചില്ല വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ബൈ.